ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 3 പ്രാവശ്യം നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതേപോലെ കട്ടകൾ വരികയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഒരു സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല ഡ്രൈ ആൻഡ് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. എന്നിട്ട് അത് ഇത്തിരി ഫ്ലഫി ആയി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഫ്ലഫി ആയി വരണം കേട്ടോ. ഇതേപോലെ ഫ്ലഫി ആയി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇത്തിരീശ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നല്ല ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലോട്ട് വരണം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. ഓവർ ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് അതൊന്ന് കമ്പൈൻ ആവുന്നവരെയും ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത്തിരീശ ഇട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 3 പ്രാവശ്യം ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇടയിൽ ഒരു 1/2 കപ്പ് ഇളം ചൂടുപാല് ഇത്തിരീശ ഇട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കേക്ക് ബേക്ക് ചെയ്യുന്ന കുറച്ച് നേരം മുമ്പ് നമ്മളൊരു 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നമ്മൾ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ട്രേയും 4 ഇഞ്ചിൻ്റെ കേക്ക് ട്രേയും ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിയിൽ ബട്ടർ പേപ്പറും വെച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്തു കേട്ടോ. ഞാനൊരു 2 ടയർ കേക്ക് പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്യാം കേട്ടോ, നോർമൽ കേക്ക് പോലെ. അപ്പോൾ അതിലേക്ക് നമ്മൾ പകുതി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം രണ്ടിലും. നമ്മളിത് രണ്ടും നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളൂ. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് 180 ഡിഗ്രിയിൽ ബേക്ക് മോഡിൽ 10 മിനിറ്റ് ആദ്യം പ്രീ ഹീറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ഒരു 35 മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബേക്ക് ആയിട്ടോ. കണ്ടില്ലേ, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഞാൻ 2 കേക്കും ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കി. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിരുന്നു. അപ്പോൾ ഇതേപോലെ കിട്ടുമ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ വെന്തു എന്നാണ് കേട്ടോ അർത്ഥം. നല്ല സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ. പിന്നെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി കേക്കാണ് കേട്ടോ.